നമസ്കാരം. വീണ ജോർജിനെ പറ്റി മുൻപ് ഏറനാട് MLA PK ബഷീർ നിയമസഭയിൽ പറഞ്ഞത് നിങ്ങൾ വന്നുകൂടിയ കമ്മ്യൂണിസ്റ്റാ മിണ്ടാണ്ടിരി എന്നാണ്. ഇപ്പോൾ വന്നുകൂടിയ കമ്മ്യൂണിസ്റ്റുകളുടെ കയ്യിലായി പാർട്ടിയും ഭരണവും. പത്തനംതിട്ടയിലെ പാർട്ടി കൈപ്പിടിയിലാക്കിയ വീണ ജോർജ് ആറന്മുളക്കാരൻ പപ്പേട്ടനെ ഒതുക്കി CPMന്റെ സംസ്ഥാന സമിതിയിൽ പ്രത്യേക ക്ഷണിതാവായി മാറി. പാർട്ടിയുടെ ഉയർന്ന തലത്തിലുള്ള ചർച്ചയിൽ വീണ ജോർജും കൂടി വേണമെന്ന് പിണറായിക്ക് നിർബന്ധം. നോക്കണേ ആ കപ്പിത്താൻ വിളിയുടെ എഫക്റ്റ്. ചതി, വഞ്ചന, അപകടം എന്നൊക്കെ പറഞ്ഞ് താടിക്ക് കൈ കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ പാവം പപ്പേട്ടൻ. സമ്മേളനത്തിൻ്റെ ഊട്ടുപുരയിൽ വിളമ്പി വച്ച ചോറ് പോലും ഉണ്ണാതെയാണ് ആറന്മുളയ്ക്ക് വണ്ടി കയറിയത്. 42 വർഷം ജില്ലാ കമ്മിറ്റിയിലുണ്ടായിരുന്ന പുള്ളിയാണ് ഇപ്പോൾ ഇടശ്ശേരിമല ബ്രാഞ്ചിൽ ഒരു മൂലയ്ക്കിരിക്കാമെന്ന് പറഞ്ഞ് വിലപിക്കുന്നത്. 66-ാം വയസ്സിൽ ഇങ്ങനൊരു പതനം വരുമെന്ന് ആരറിഞ്ഞു? ഓരോരുത്തർക്കും ഓരോ നിയോഗമുണ്ട് സാർ. നവോത്ഥാന കമ്മികളെ ശബരിമല കയറ്റുക എന്ന നിയോഗമായിരുന്നു അന്ന് പത്മകുമാറിന്. ഹരിവരാസനം രചിച്ചത് കുളത്തൂർ മൊഴിയല്ല, എൻ്റെ അമ്മൂമ്മ കൊന്നമൂട്ടിൽ ജാനകിയമ്മയാണെന്നോ മറ്റോ അന്ന് പറഞ്ഞതായി ഓർക്കുന്നു. നവോത്ഥാനത്തിൻ്റെ താറും പാഞ്ചി നടന്ന ഒരു കവി സഖാവ് ഇപ്പോൾ ഭാഗവതം വായിച്ച് SFIക്കാരെ ശപിച്ചു നടക്കുന്നു. ജില്ലാ സെക്രട്ടറി സ്ഥാനവും കൊതിച്ച ആളായിരുന്നു ഈ പത്മകുമാർ. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ മസാല ബോണ്ട ചായന് അടൂരിൽ സ്വീകരണം നൽകിയതുമായി ബന്ധപ്പെട്ട ഒരു തർക്കമുണ്ടായി. അതിൻ്റെ പേരിൽ പത്മകുമാറും ഹർഷകുമാറും തമ്മിൽ അടി നടന്നതായി മനോരമ റിപ്പോർട്ട് ചെയ്തു. ഈ ക്രിസ്റ്റൽ ക്ലിയർ സഖാവിന് ഇനി 2 വഴിയേ ഉള്ളൂ. വേണമെങ്കിൽ പമ്പയാറ്റിൽ ചാടി BJPയിൽ ചേരാം, അല്ലെങ്കിൽ കോൺഗ്രസ് ആകാം. ഇന്നോവ വരുന്നത് കാണുമ്പോൾ ഓടിക്കയറാൻ ഒരാശ്രയം വേണമല്ലോ. കോൺഗ്രസിൽ ശിവദാസൻ സാറിൻ്റെ കാര്യം തന്നെ കഷ്ടത്തിലാണ്. BJPയാണ് സ്വയരക്ഷയ്ക്ക് നല്ലത്. വീണ ജോർജ് ഒരു തടവ് സ്വന്നാൽ കൈകാര്യം ചെയ്യാൻ ഇഷ്ടം പോലെ ആളുകൾ പത്തനംതിട്ടയിലുണ്ട്. ഇപ്പോൾ വേണ്ടത് സ്വയരക്ഷയാണ്. CPMനിപ്പോൾ വീണയെ പോലുള്ളവർ മതിയെന്നാണ് പപ്പേട്ടൻ പറയുന്നത്. വന്നുകൂടിയ കമ്മ്യൂണിസ്റ്റുകൾക്കാണ് ഇപ്പോൾ ഡിമാൻഡ്. വീണ വിപ്ലവം പറയുമെങ്കിലും ദൈവഭയമുള്ള സത്യക്രിസ്ത്യാനിയാണ്. പള്ളിയും പട്ടക്കാരെയും വിട്ട് ഒരു കളിയില്ല. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാനും മടിയില്ല. പാർട്ടിയിൽ പിണറായി വിജയൻ്റെയും സഭയുടെയും കുഞ്ഞാടാണ്. 2ാം വട്ടം ജയിച്ചപ്പോഴേ മന്ത്രിയായി. ഒരു തവണ കോന്നിയിൽ MLA ആയി പപ്പൻ. പിന്നീട് ഉപ്പ് നോക്കാൻ കിട്ടിയതുമില്ല. അതുകൊണ്ട് ഈ 66-ാം വയസ്സിൽ പെൻഷൻ വാങ്ങിയെങ്കിലും കഴിയാം. പത്മകുമാറിനെ ഒന്ന് വിളിച്ച് ആശ്വസിപ്പിക്കേണ്ട ഗോവിന്ദൻ മാഷ് പറഞ്ഞത് കേട്ടോ? പത്മകുമാർ ഒന്നും ഒരു വിഷയമേ അല്ല. ഇനി എന്തിനിങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കണം? ഇനി കയറി ചെന്നാൽ ഇരിക്കാൻ കമ്മിറ്റിയിൽ കസേര പോലും കിട്ടിയെന്ന് വരില്ല. നല്ല നേരം നോക്കി ഇറങ്ങുക. പള്ളിയോട കമ്മിറ്റിയിലെങ്ങാനും ചേർന്ന് പ്രസിഡൻ്റായി സ്വസ്ഥമായി ഇനിയുള്ള കാലം കഴിച്ചുകൂട്ടുക. പത്മകുമാർ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴേക്കും എത്ര പേരാണ് ഒറ്റാലുമായി പമ്പയാറ്റിൽ കാത്തു നിൽക്കുന്നത്? ഒറ്റ ആവേശത്തിന് കയറി പോസ്റ്റ് ഇട്ടെങ്കിലും രാജു എബ്രഹാം വീട്ടിൽ പോയി കണ്ടതോടെ ഒന്ന് ശമം വന്നു. പാർട്ടി തീരുമാനം ഞാൻ ശിരസാ വഹിക്കുമെന്നും പിണറായി സ്തുതിയും വീണ ജോർജിൻ്റെ മഹത്വങ്ങളും പറഞ്ഞ് നല്ല കേഡറായി നടന്നുകൊള്ളാമെന്നും സത്യവാങ്മൂലത്തിൽ നാളെ എഴുതി കൊടുക്കും. നന്ദി.